മെൽറ്റ് ഫാറ്റ്. അപ്പൊ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഫാറ്റിനെ മെൽറ്റ് ചെയ്ത് കളയാൻ സഹായിക്കുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അപ്പം നമ്മളുടെ മെൽറ്റ് ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ്. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നത്തെ ഈ ജീവിത ശൈലി കൊണ്ട് തന്നെയാണ് അധികമായിട്ടുള്ള കൊഴുപ്പ്, പേസ്ട്രീസ്, ഒരുപാട് ഹോർമോൺസ് ഒക്കെ കുത്തിവെച്ചിട്ടുള്ളതായിട്ടുള്ള ചിക്കൻ, കോഴിയിറച്ചിയൊക്കെ നമ്മൾ കഴിക്കുന്ന കുറേ കാലപ്പഴക്കം ചെന്നിട്ടുള്ള മത്സ്യങ്ങളൊക്കെയാണ് ഇപ്പം വിപണിയിൽ ലഭിക്കുന്നത് അല്ലെ, ഫ്രഷ് ആണ് എന്ന് പറഞ്ഞ് തരുന്നത്. അത്തരത്തിലുള്ളതൊക്കെ കഴിക്കുന്നത് വഴി ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുകയും അപ്പോഴാണ് ഈ വണ്ണം വെക്കുന്നത്. ബെല്ലി, വയറ്റില്, കൈകളില്, തുടകളില് ഒക്കെ ആയിട്ടാണ് ഈ കൊഴുപ്പ് വന്ന് അടിഞ്ഞു കൂടുന്നത്. അപ്പൊ അതിനെ അലിച്ചു കളയാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ മെൽറ്റ് ഫാറ്റ്. ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മളിപ്പം ഒരു വീക്കെൻഡ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും ആദ്യം ഒരു സ്റ്റാർട്ടർ ആയിട്ട് നമ്മൾ എന്ത് ഓർഡർ ചെയ്യാറുണ്ട്? സൂപ്പ് ഓർഡർ ചെയ്തിട്ട് ഉണ്ടാകാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ സൂപ്പ് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം, അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യമാക്കുന്നത് എന്താണ്? സൂപ്പ് ആദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിശന്നിട്ടായിരിക്കും പോകുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കും ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ 2 പ്ലേറ്റ് ബിരിയാണി കഴിക്കണം. നമ്മൾ ഈ സൂപ്പാണ് ആദ്യം കഴിക്കുന്നത് എങ്കിൽ ആ ഒരു വിശപ്പ് എന്താണ്, കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ഭക്ഷണം കഴിക്കുന്നത്? നല്ലോണം വിശക്കുന്നതുകൊണ്ടാണ് അല്ലെ. വിശപ്പില്ലാത്തൊരു വ്യക്തിയോട് നമ്മൾ ബിരിയാണിയോ എന്തും അടുത്ത് വെച്ചിട്ടും കാര്യമില്ല, ആള് കഴിക്കില്ല അല്ലെ. ഈ വിശപ്പ് ഉണ്ടാകുമ്പോഴാണ് എന്താണ് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പം രാവിലെ 8 മണിക്ക് ഒരു 5 ഇഡലി, 10 മണിക്ക് പിന്നെ 5 ഇഡലി. ആൾക്ക് എന്തുകൊണ്ടാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? വിശപ്പിനെ ആൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സൂപ്പൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വയറ്റിലൊരു നിറഞ്ഞൊരു ഫീലിംഗ് ആണ് ഇത് തരുന്നത്. അപ്പൊ നമ്മളോട് പറയാണ് വയറ് നിറഞ്ഞ് കുറച്ച് കഴിച്ചാൽ മതി എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫീലിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ സീലിയം ഹസ്ക് ചേർത്തിട്ടുള്ളത്. അപ്പൊ അതെന്താണ്, ഒരു കൊഴുപ്പ് മാതിരി ഉള്ളതാണ്, എന്താണ് ഒരു ഫുൾനെസ് തരുന്നതായിട്ടുള്ളതാണ് നമ്മളുടെ സീലിയം ഹസ്ക് എന്ന് പറയുന്നത്. പിന്നീട് കുടംപുളി ഇതിൽ ചേർത്തിട്ടുണ്ട്, ഗാർസീനിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊരു ആസിഡ് ഉണ്ട്, അതിന് ഈ ഫാറ്റിനെയൊക്കെ അലിയിച്ച് കളയാനായിട്ട് കഴിവുള്ളതായിട്ടുള്ളതാണ്. പിന്നീട് ഇതില് കടുക്ക ചേർന്നിട്ടുണ്ട്, ത്രികടു ഇതിൽ ചേർന്നിട്ടുണ്ട്, ചുക്ക്, തിപ്പലി, കുരുമുളക് ഇതിൽ ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹനം കൃത്യമാക്കാനായിട്ട് കൂടി സഹായിക്കുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ നല്ലോണം ബിരിയാണിയൊക്കെ കഴിച്ചു. ചിലർക്ക് ഉണ്ടാവും ബിരിയാണി കഴിച്ചതിന് ശേഷം ദഹനക്കേട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്തതായിട്ട് ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്നുള്ള ആൾക്കാർ. അപ്പൊ അതെന്തുകൊണ്ടാണ്? അത്രയും ഹെവി ആയിട്ടുള്ള ഭക്ഷണം ദഹിക്കാനായിട്ടുള്ള അഗ്നി അവരുടെ ശരീരത്തിൽ ഇല്ല. അതുകൊണ്ടാണ് ഈ ഗൗരവം ആയിട്ട്, അതായത് എന്താണ് ക്ഷീണമായിട്ട് ഇരിക്കുന്നത് ആൾക്കാർ. അവിടെ ആൾക്ക് എന്താണ് വയറിങ്ങനെ നിറഞ്ഞു നിൽക്കേണ്ട ഒരു സാധനം കൊടുത്തത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ എന്താ വേണ്ടത്? അഗ്നി വർദ്ധിപ്പിക്കാനായിട്ടുള്ള, നമ്മളുടെ ജഠരാഗ്നി എന്ന് പറയും ആയുർവേദത്തിൽ, ജഠരാഗ്നിയെ വർദ്ധിപ്പിക്കാനായിട്ടുള്ളത് വേണം അവിടെ ചേർക്കാനായിട്ട്. അപ്പൊ ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളുടെ ഈ പ്രൊഡക്റ്റില് ത്രികടു ചേർന്നിട്ടുള്ളത്. ത്രികടു എന്ന് പറയുന്നത് നമ്മളുടെ അഗ്നിവർദ്ധകമാണ്, നമ്മളുടെ ഡൈജസ്റ്റീവ് ഫയറിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അതുവഴി നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ അവിടെ ഇവിടെ അടിഞ്ഞ് കൂട്ടാതെ അപ്പം തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ, ഫാറ്റ് ആയിക്കോട്ടെ, മിനറൽസ് ആയിക്കോട്ടെ, പ്രോട്ടീൻ ആയിക്കോട്ടെ, അതിനെ ചെറിയ ചെറിയ ഘടകങ്ങളായിട്ട്, കണികകളായിട്ട് വിഘടനം ചെയ്യാനായിട്ട് എന്ത് വേണം? അഗ്നി വേണം, നല്ല രീതിയിലുള്ള അഗ്നി വേണം. ആ അഗ്നിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റിൽ ത്രികടു ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് ഉലുവ ഇതിൽ ചേർന്നിട്ടുണ്ട്. ഈ കൊഴുപ്പ് ഞാൻ ആദ്യം പറഞ്ഞു, ട്രൈഗ്ലിസറൈഡ്സിനൊക്കെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതാണ് ഉലുവ. ആ ഉലുവയും നമ്മളുടെ ഇതിൽ ചേർന്നിട്ടുണ്ട്. പിന്നീട് വിഴാലരി എന്ന് പറയുന്നത് കൃമിഘ്നമായിട്ടുള്ളതാണ്. പലരും പറഞ്ഞു കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് കൃമിയുണ്ട് ഡോക്ടറെ എന്നുള്ളത്, മലത്തിന്റെ കൂടെ കൃമി കാണുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ ആ ഒരു കൃമിഘ്നം എന്നുള്ള ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ഇതിൽ വിഴാലരിയും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതിനി എപ്രകാരമാണ് കഴിക്കേണ്ടത്? ഒരു സാഷേ ആണ് പൊട്ടിച്ചിട്ട് 300 ml വെള്ളത്തില് ഇട്ടിട്ട് ഭക്ഷണത്തിന് മുൻപാണ് കഴിക്കേണ്ടത്. അപ്പൊ ഇത് പൊട്ടിച്ച് വെച്ച് ഒരു 1-2 മണിക്കൂറിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കിയാൽ അറിയാം ഇങ്ങനെ കൊഴുത്ത് വരും. അപ്പൊ അങ്ങനെ ഉപയോഗിക്കരുത്. പൊട്ടിച്ചിട്ട് അപ്പം തന്നെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത്. അതിനുശേഷം 2-3 ഗ്ലാസ് വെള്ളമൊക്കെ നമ്മൾ കുടിക്കുക. ഓക്കെ. അപ്പം ഇത് നല്ലൊരു റിസൾട്ട് വേണമെങ്കിൽ ആൾക്കാരോട് നമ്മളൊരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാനായിട്ട് അവരോട് നിർദ്ദേശിക്കാവുന്നതാണ്. ഓക്കെ. അപ്പം ഇത് നമ്മൾ 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് നിർദ്ദേശിക്കേണ്ടത്. അതിൽ താഴെയുള്ളവർക്ക് ഇത് നിർദ്ദേശിക്കരുത്. പ്രഗ്നൻസിയിലും അതുപോലെ തന്നെ പാല് കൊടുക്കുന്ന സ്ത്രീകളിലും ഇതൊരിക്കലും നിർദ്ദേശിക്കാൻ പാടില്ല. ഇനി ഇത്തരത്തിലുള്ള
ആൾക്കാർക്ക് ഇത് കൊടുക്കാമോ? കാര്യമുണ്ടോ ഇത് കൊടുത്തിട്ട്? ഇല്ല. അപ്പൊ അവരോട് നിങ്ങൾ എന്തും കൂടി പറയണം, വ്യായാമം ചെയ്യാനും കൂടിയിട്ട് പറയണം അല്ലെ. ഒരു പ്രമേഹ രോഗിയിലാണെങ്കിലും ഒക്കെ വ്യായാമത്തിന് അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ട്. ഒന്നും ചെയ്യുന്നില്ല, കൃത്യമായിട്ട് വിയർക്കുന്ന രീതിയിലുള്ള വ്യായാമം കൊണ്ട് മാത്രം ആൾക്ക് പ്രമേഹത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് അമിതവണ്ണത്തിന്റെയും കാര്യം. അപ്പം നമ്മളുടെ മെൽറ്റ് ഫാറ്റും ഇമ്മ്യൂണോ 3+ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും ആളോട് എന്തും കൂടി പറയണം, വ്യായാമം കൂടി ഒന്ന് കൃത്യമാക്കാനായിട്ട് പറയുക. അപ്പൊ വ്യായാമം പറയുമ്പോൾ നിർദ്ദേശിക്കേണ്ട, അപ്പൊ അവർ പറയും വ്യായാമം ഞാൻ ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും രാവിലെ ഞാൻ അരമണിക്കൂർ നടന്നിട്ടാണ് വരുന്നത്. ഇവരെങ്ങനെയായിരിക്കും നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു ടീം ഉണ്ടാവും. പല രോഗികളും പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ അപ്പത്തെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പൊ എല്ലാവരും കൂടെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ആടി പാടിയായിരിക്കും നടക്കുന്നത്. അങ്ങനെ ഈ അരമണിക്കൂർ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ രസിച്ച് ഉല്ലസിച്ച് നടന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മളെ മസിൽസ് കയ്യിലൊക്കെ നല്ല ഇതാകുന്നതല്ലാതെ ശരീരത്തിലുള്ള കൊഴുപ്പ് അതിനെ ഇല്ലാതാക്കാൻ സഹായിക്കുമോ ഇത്? ഇല്ല. അപ്പം എന്താണ്, നല്ല ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയും. വളരെ വേഗത്തില് ആ അരമണിക്കൂറുള്ള ഒരു നടത്തത്തിൽ നമ്മൾ വേർക്കണം. അത്തരത്തിലുള്ളതാണ് വ്യായാമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. ഓക്കെ. അപ്പൊ അതും കൂടി ആൾക്കാരോട് നിർദ്ദേശിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത്രയാണ് നമ്മളുടെ എലമെന്റ്സ് വെൽനസിന്റെ മെൽറ്റ് ഫാറ്റിനെ പറ്റി പറയാൻ.